IPL മാച്ചുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കും കേട്ടോ. ഇന്ന് നമ്മുടെ ടീമിൻ്റെ കളിയാണ്, അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ വേഴ്സസ് GT. അപ്പം ഇന്ന് എനിക്ക് അതിന് മുന്നേ ആയിട്ട് കുറച്ച് അടുക്കള പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പം ഞങ്ങൾക്ക് റേഷൻ കിട്ടിയ ദിവസമായിരുന്നു, അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കി പെറുക്കി വെച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനായിട്ടുള്ള പനീർ ഞാൻ ഇന്നാണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ കേട്ടോ. ഞാൻ പണ്ട് ഒട്ടും കഴിക്കാത്തൊരു സാധനമായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്, വെജിലെ ഫേവറേറ്റാണ്. പിന്നെ ഇത് ഞങ്ങൾക്ക് ബ്രിഞ്ചാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു റേഷൻ്റെ കൂടെ. അത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല, ഞാൻ നേരെ അത് താഴത്തെ വീട്ടിൽ ദീദിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരത് കൈയോടെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ആലു ബ്രിഞ്ചാൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ. പിന്നെ ചിക്കനും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ അവരുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നാളത്തേക്ക് വല്ലതും എടുക്കത്തേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്കിനായിട്ട് പ്രിപ്പയർ ചെയ്തത് ഒരു എഗ് സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അത് ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തില്ല, അങ്ങനെ തന്നെ അങ്ങ് കഴിച്ച് ടോസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഈവൻ ബെറ്റർ ആയേനെ. ബട്ട് കുഴപ്പമില്ല, ഏട്ടനും വിശക്കുന്നൊന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ കഴിച്ചു. അങ്ങനെ ചിലപ്പോഴത്തേക്ക് കണ്ട കുറച്ച് സ്നാക്കുമായിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പൊട്ടറ്റോയുടെ ഒരു ചിപ്സ്. ഈ കളിയൊക്കെ ഉള്ള ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ വീണ്ടും ഒനിയൻ്റെ റിങ്സ് ഞങ്ങൾ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. കളി കാരണം ആദ്യമൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടായിരുന്നെങ്കിലും പിന്നെ തിലക് വർമ്മയുടെ അങ്ങോട്ട് ഒരു ഫോം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളിക്കാരൻ കിടിലൻ കളിയായിരുന്നു കളിച്ചത്. 45 ബോൾസിൽ 101 റൺസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹൽദിറാംസിൻ്റെ ഒരു ഓൾ ഇൻ വൺ മിക്സ്ചർ ഇരിപ്പുണ്ടായിരുന്നു, അതും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇത് വന്നപ്പോഴേക്കും നമ്മുടെ ബുംറയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ ക്യാച്ച്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അടുത്ത ഓവറിൽ ബട്ട്ലറിനെ ഔട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തുരാന്ന് വിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, കാരണം കഴിഞ്ഞ കളിയിലൊക്കെ ഭയങ്കര മിസ്ഫീൽഡിംഗ് ആണ്. സോ ഹോപ്പിംഗ് ഫോർ